ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 30+ around 40 മൂവീസ് പാടിയിട്ടുണ്ട്. അതെ, അതില് എന്നും ഓർത്ത് വെക്കുന്ന ഒബ്വിയസ്ലി സ്വപ്നം ഒരു ചാക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഫേവറേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? എനിക്ക് കിട്ടിയ ഭാഗ്യം ഞാൻ പറയാം വെച്ചാൽ ഞാൻ മെലഡീസ് പാടിയത് കുറവാണ്. പക്ഷേ എങ്കിൽ തന്നെ നമ്മൾ പാടുന്ന പാട്ടുകളിലെ ലിറിക്സുകളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളൊക്കെ ലിറിക്സാണ് പാടിയേക്കുന്നത്. പുണ്യാള ബത്തീസിലെ ഈശോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അത് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ എനിക്ക് ലിറിക്സ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ എന്താ ഒറ്റുവാൻ യൂതായെ കിട്ടിയാൽ അതിനവനി ഒത്തിരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ലിറിക്സ് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. കാരണം ഭയങ്കര സ്പീഡ് പാട്ടാണെങ്കിലും എല്ലാം ഭയങ്കര അർത്ഥമാണ് ആ സീക്വൻസ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ. റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ബിജു സാറ് അത് പാടിക്കഴിഞ്ഞിട്ട് ഇതുവരെ പാടിയിട്ട് അത് പാടിക്കഴിഞ്ഞിട്ട് മാത്രമാണ് എൻ്റെ അടുത്ത് ഓ നന്നായി സമാധാനമായി എന്നൊക്കെ പറയുന്നത്. അതില് അനുപല്ലവി പോർഷനൊക്കെ ഭയങ്കര സ്പീഡിലുള്ള ലിറിക്സിന് ഇമ്പോർട്ടൻസ് ഉള്ള പാട്ടുകൾ പാടാൻ പറ്റുക എന്നുള്ളത് തന്നെ ഭയങ്കര. എനിക്ക് ഞാൻ പാടിയ എല്ലാ പാട്ടുകളും ഞാൻ എല്ലാത്തിലും ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം ബ്രേക്ക് ഞാനൊരു ഫാമിലിയൊക്കെ നാട്ടിലാണ്. അപ്പം കാസർഗോഡാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് നാൾ പുറത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ചാൽ മൈനർ ഹെൽത്ത് ഇഷ്യൂസ്, പക്ഷെ ത്രോട്ടിനൊക്കെ കുറച്ച് ബാധിച്ചായിരുന്നു. ആസിഡിറ്റി ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് ശ്രദ്ധയില്ലാണ്ട് കഴിച്ചിട്ട്. അപ്പം അതിന് ശേഷം ഒന്ന് മാറി നിൽക്കാമെന്ന് വെച്ചിട്ട് നാട്ടിൽ അമ്മയുടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നാൾ നിൽക്കാമെന്ന് വെച്ച് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിട്ടൊരു ജോബ് ഓഫർ, പെർമനൻറ്റ് ജോബല്ല, പക്ഷെ ഞാൻ എനിക്ക് ഈ എന്താ പറയുക പ്രകൃതി സംരക്ഷണമൊക്കെ കുറച്ച് അങ്ങനെ കുറച്ചൊരു വീക്ക്നെസ് കണ്ടാലും പറയും ഇങ്ങനെ ഭയങ്കര ഒരു സാത്വിക ഭാവമൊക്കെയാണ്. അപ്പോൾ ഒന്ന് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് കയറിയാണ് ജോലിക്ക്. 1 വർഷം അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ ആ സമയത്ത് കംപ്ലീറ്റ് നാട്ടിൽ തന്നെ ആയിരുന്നു. ആ സീസണിൽ റെക്കോർഡ് ചെയ്തില്ല അധികം. അപ്പോൾ അതിൻ്റെത് 2018 ഒന്ന് പ്രതിഫലിച്ചു. ഇപ്പം വീണ്ടും തിരിച്ച് എന്താ പറയുക ഇപ്പോഴത്തെ ഒരു ലെവലിൽ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അത് ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മ്യൂസിക്കൽ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അരുൺ എന്ന് പറയുന്ന സിംഗറിൻ്റെ ഒരു എന്താ മ്യൂസിക് ഇൻഡസ്ട്രിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും? ഞാനിതൊരു എന്താ പറയുക +2 കഴിഞ്ഞ സമയത്ത് ചിന്തിച്ച കാര്യമാണ്. ഞാൻ എറണാകുളത്ത് പഠിക്കാൻ ഞാൻ MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലത്താണ് പഠിച്ചത്. അപ്പോൾ എറണാകുളത്തേക്ക് വരാമെന്നുള്ളൊരു കാരണം തന്നെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്നുള്ള സംഭവം. കാരണം അത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ മഹത്വം വലുതായിട്ട് മനസ്സിലാക്കിയിട്ടായിരുന്നില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റുന്നത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ എൻ്റെ മുന്നിലുള്ളൊരു വഴി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കാണ്. അപ്പോൾ എനിക്കൊരു ബാൻഡ് വേണമെന്നുണ്ടായിരുന്നു. +2 എന്ന് പറയുമ്പോൾ അത്രയാണല്ലോ നമുക്കൊരു പക്വത ഉണ്ടാവുള്ളൂ ചിന്തകൾ. അപ്പോൾ കോളേജിൽ വന്ന് അങ്ങനെ ബാൻഡ് ഉണ്ടാക്കി. കോളേജിൽ കുഴപ്പമില്ലാണ്ട് അങ്ങനെ 4 വർഷം അത് പെട്ടെന്ന് തീർന്നുപോയി. അത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് ഞാൻ ഈ ഭൂമി എന്ന് പറഞ്ഞിട്ട് സോങ് ഒക്കെ ചെയ്ത് ആരും കേൾപ്പിക്കാതിരുന്നൊരു പാട്ടാണ്. എന്നുവെച്ചാൽ അതിലൊരു കോൺഫിഡൻസ് വേറെ വേണം. എന്നുവെച്ചാൽ നമ്മൾ ചെയ്തൊരു വർക്ക് നമ്മൾ മറ്റൊരാളെ കേൾപ്പിക്കാനുള്ളൊരു കോൺഫിഡൻസ് എന്നുള്ള സംഭവം. അതിങ്ങനെ സച്ചിനും രാഹുൽ സുബ്രഹ്മണ്യം അവർ രണ്ടുപേരും കേട്ടിട്ടാണ് ഇതെങ്ങനെയുള്ള ഇറക്കം എന്ന് പറഞ്ഞിട്ട് പുഷ് ചെയ്യാനാണ്. ആ പുഷിങ് ഇപ്പോൾ ഒരു 7 വർഷത്തോളം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ചു വന്നൊന്ന് സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇനി ഗ്രാജുവലി എല്ലാ പാട്ടുകളും ഇൻഡിപെൻഡൻറ്റ് സോങ്സ് ഇറക്കാന്നുള്ളത്. ഭൂമി ഉയർന്നു വരും. കാരണം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാസർഗോഡ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരു സീരീസ് ഓഫ് സോങ്സ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. കാരണം എൻ്റെ ലൈഫിൻ്റെ 2 ഹാഫ് ഫുട്ബോൾ മാച്ച് പോലെ ഇതുവരെയുള്ള ലൈഫ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് നാട്ടിലായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് കൊച്ചി. രണ്ടും 2 എക്സ്ട്രീമുള്ള കൾച്ചറും ലൈഫും സ്ഥലമല്ല. അതെ. അപ്പോൾ ആ ഒരു ജേണിയാണ് ഞാൻ ഓരോ പാട്ടിലൂടെ ഇങ്ങനെ. അപ്പോൾ ഇപ്പോഴും വൈകിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഒരിക്കലും ഇല്ല. കാരണം അത് വായിക്കുമ്പോൾ തന്നെ അത് കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി എത്രയും വേഗം തന്നെ അത് ഉണ്ടാവട്ടെ. എനിക്ക് തോന്നുന്നു സൂഫി ഒക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എനിക്ക് മ്യൂസിക്കലി ഇപ്പം എന്ത് ടൈപ്പ് ആണെങ്കിലും എനിക്ക് എക്സ്പ്ലോർ ചെയ്ത് കേൾക്കാനും കാര്യങ്ങളും. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ലിസണിങ് ഒരു വലിയ ലേണിംഗ് തന്നെയാണ്. ഇപ്പം നമ്മുടെ സമം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്, ഒരു
സംഘടനയാണ് നമ്മുടെ സിംഗേഴ്സിൻ്റെ. എന്താണ്? സിംഗേഴ്സ് അസോസിയേഷൻ മലയാളം മൂവീസ് എന്നാണ്, സമം. അപ്പോൾ അതിൻ്റെ ആനുവൽ ജനറൽ ബോഡിക്ക് നമ്മുടെ ജയേന്ദ്രൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ പുള്ളിയും പറയുന്നത് പാട്ട് കേട്ട് കേട്ട് സാറും പഠിച്ചിട്ടില്ല പാട്ട്. അപ്പോൾ എന്താ പറയുക, അതൊരു ഞാനതിനെ ഇതാക്കി പറയണല്ല, എനിക്ക് ഇതിൻ്റെ ഒരു പോരായ്മയുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ഒരുപാട് പാട്ട് കേൾക്കണത് ഒരുപാട് തരത്തിൽ ഗുണം ചെയ്യും. ഇപ്പം ഞാൻ കച്ചേരി അങ്ങനെ ഒരു മേഖലയിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് കൂടുതൽ പ്രശ്നം വരുന്നത്. ഇതിപ്പോൾ ഞാൻ നമ്മൾ കുറച്ച് സിംഗേഴ്സൊക്കെ കൂടി ഒരു പ്രാവശ്യം മലേഷ്യയിലേക്ക് ഒരു റെയിൻ ഫോറസ്റ്റ് വേൾഡ് മ്യൂസിക് ഫെസ്റ്റിവൽ എന്നിട്ട് ഫെസ്റ്റിവൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 3 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. ആ 3 ദിവസം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയുസിൽ കിട്ടേണ്ട ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. സിത്താരേച്ചിയും രാഹുൽ അങ്ങനെ നമ്മുടെ കുറച്ച് പേര് കൂടിയാണ് പോയത്. അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസ് വേണമെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇനി എനിക്ക് ഇരുന്ന് പാട്ട് പഠിച്ച്, കാരണം അതൊരു ചെറുതുണ്ടാകുമ്പോൾ തന്നെ പഠിച്ച വളരേണ്ട ഒരു മെയ്വഴക്കെന്ന് പറയുന്ന പോലെ വഴങ്ങി വരേണ്ട ഒരു കലയാണ്. അതെ, തീർച്ചയായിട്ടും. മാക്സിമം കേക്ക് കുറച്ചും കൂടി ഈ സ്ട്രീറ്റ് മ്യൂസിക്കും അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇനിയും മോർ ആക്റ്റീവായിട്ട് തിരിച്ചു വരണം. ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണ്. ഭൂമി പുറത്തേക്ക് വരുമ്പോ എന്നോട് എന്തായാലും പറയണം. വളരെയധികം സന്തോഷം അരുൺ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടി. കിനാവിന്നു തോന്നുരീ മാത്രകൾ കാത്തു കാത്തിരുന്നു നമ്മളേറെ നാൾ, നീ